അതിൽ കട്ട്ല, പരലുകൾ, ഐറ്റംസ് ഒക്കെയാണ് അതിൽ ചത്ത് കൂടുതൽ കിടക്കുന്നത്. ഒരു 1.5 കിലോ 2 കിലോൻ്റെ 3 കിലോ തൂക്കലൊക്കെ ഉണ്ട്. അത്യാവശ്യം ഉണ്ടാവേണ്ടതാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. കുറേയൊക്കെ ചത്തുപോയിട്ടുണ്ടാവും, കുറേയൊക്കെ പരുന്തുകളും അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടല്ലേ. പട്ടാമ്പിയിൽ പൊതുകുളത്തിൽ മീനുകൾ ചത്തുപൊങ്ങിയത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നു. കീഴായൂർ ആനങ്ങാട്ട് കുളത്തിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. സുരക്ഷ കണക്കിലെടുത്ത് കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നത് താൽക്കാലികമായി നിരോധിച്ചു. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ കുളത്തിലെ വെള്ളവും ചത്തുപൊങ്ങിയ മീനും വിശദ പരിശോധനയ്ക്ക് അയച്ചു. ചത്തുപൊങ്ങിയ മീനുകൾ നീക്കം ചെയ്യാൻ തുടങ്ങി. സംഭവത്തെ തുടർന്ന് പരിശോധനാ ഫലം വരുന്നതുവരെ കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നതിനും കുളിക്കുന്നതിനും മറ്റും താൽക്കാലികമായി നിരോധിച്ചു. മത്സ്യ സമൃദ്ധി പദ്ധതി വഴി മത്സ്യകൃഷിക്കായി നിക്ഷേപിച്ച മീനുകളാണ് കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നത്. 3 കിലോ തൂക്കം വരുന്ന മീനുകളടക്കം ചത്തുപൊങ്ങി. വിശദ പരിശോധനയ്ക്ക് ശേഷം ആരോഗ്യ വിഭാഗത്തിന്റെയും ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശം ഉൾക്കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും നഗരസഭാധികൃതർ പറഞ്ഞു. പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും അടക്കം കുളിക്കുന്നതിനും മറ്റും ആശ്രയിക്കുന്ന മണ്ഡലത്തിലെ തന്നെ വലിയ കുളങ്ങളിൽ ഒന്നാണിത്. ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.